വാക്കേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, അടുത്ത മാസം നമ്മളെ ഫസ്റ്റ് ടൈം എക്സാം, അതായത് ഓണപ്പരീക്ഷ വരും. ആ ഓണപ്പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു പോയിന്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. കാരണം പല കുട്ടികൾക്കും നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ, ഫിസിക്സിനകത്ത് സെക്കൻഡ് ചാപ്റ്റർ മോഷൻ ആൻഡ് ഫോഴ്സ്, ചലനവും ഫലവും എന്നുള്ള ചാപ്റ്ററിനകത്ത് ആദ്യ ഭാഗത്ത് തന്നെ വരുന്നൊരു ഏരിയയാണ് റഫറൻസ് ഒബ്ജക്റ്റ്, അവലംബക വസ്തു. ഇത് കേൾക്കുന്നതന്നെ ദേഷ്യാണ് ചില കുട്ടികൾക്കൊക്കെ. ഇത് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് പരീക്ഷയ്ക്ക് ഷുവറാണ്, ഇത് പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ആ ബുദ്ധിമുട്ടായ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ പഠിക്കാൻ പോവാണ്. മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങൾ ശ്രദ്ധ. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുത്തു, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്താണ് റഫറൻസ് ഒബ്ജക്റ്റ്? ഇതാ ഒരു ഹെഡിങ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, റഫറൻസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അവലംബക വസ്തു. അപ്പോൾ ആദ്യം അതിന്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്ത ആദ്യം ആ ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്താണ്? ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ, നോട്ട് ദ പോയിന്റ്, ശ്രദ്ധിക്കണം, ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ചലനമാണോ നിശ്ചലമാണോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ അവലംബകം എന്ന് പറയാം. അപ്പോൾ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നത് മറ്റൊരു വസ്തുവിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ചലനം എപ്പോഴും ഒരു ആപേക്ഷികം, റിലേറ്റീവ് മോഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് കൊടുത്തുള്ളത്? ദ ഒബ്ജക്റ്റ് ടേക്കൻ ടു ഡിറ്റർമൈൻ, നമ്മൾ തീരുമാനിക്കുന്നതാണ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എ ബോഡി ഈസ് കാൾഡ് റഫറൻസ് ഒബ്ജക്റ്റ്. ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ, നമ്മൾ തീരുമാനിക്കണം എന്ത് ചെയ്യണം, മറ്റൊരു വസ്തുവിനെ നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റഫറൻസ് ഒബ്ജക്റ്റ്. ഇപ്പം ചില കുട്ടികൾക്ക് അത്ര വലിയ കത്തിയിട്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ കുറേ എക്സാമ്പിളുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ പുറത്തേക്ക് നോക്കണം. നമ്മൾ ചിലപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ബസ്സിൽ പോകുന്നു വിചാരിക്കാം, അല്ലെങ്കിൽ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു, ബസ് നിർത്തിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബസ് എടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ എന്ത് ചെയ്യും, പുറത്തേക്ക് നോക്കും അല്ലേ? അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ബസ് ചലിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതൊക്കെ ഇതിനെ ബേസ്, അതൊക്കെ റെഫറൻസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അവലംബക വസ്തുവിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ള കൂടുതൽ എക്സാമ്പിളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. നമുക്ക് ഏകദേശം ഐഡിയ ഒക്കെ മനസ്സിലാവും. പരീക്ഷയ്ക്ക് ഒരു എക്സാമ്പിൾ വന്നാൽ അതിനകത്ത് അവലംബക വസ്തു ഏതാ നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ ആദ്യം നമുക്കൊരു വസ്തു നിശ്ചലാവസ്ഥയാണോ ചലനാവസ്ഥയാണോ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. ഇതൊരു ബേസിക് ആണ്, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല, പക്ഷെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പോയിന്റ് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. എന്താണ് കൊടുത്തിട്ടുള്ളത്? റെസ്റ്റ്, നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. എന്താണ്? ഒരു വസ്തുവിന്റെ സ്ഥാനം സമയത്തിനനുസരിച്ച് മാറുന്നില്ല, അതിനെയാണ് നമ്മൾ നിശ്ചലാവസ്ഥ. ഇപ്പോൾ നോക്കി, ഈ ഒരു മരം എപ്പോഴും അവിടെ തന്നെ. ഈ ഒരു അച്ഛനും മകനും എന്ത് ചെയ്തു, രാവിലെ വന്ന് നോക്കി, മരം ഇവിടെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് വന്ന് നോക്കി, മരം ഇവിടെ തന്നെ. വൈകുന്നേരം വന്ന് നോക്കി, മരം ഇവിടെ തന്നെ. സമയം അങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ പൊസിഷൻ, സ്ഥാനം മാറുന്നുണ്ടോ ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ റെസ്റ്റ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ ചലനാവസ്ഥയ്ക്ക് മോഷൻ എന്താ പറയുക? പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. എന്താണ്? സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നെങ്കിൽ അതിനെ നമ്മൾ ഫിസിക്സ് പരമായിട്ട് എന്ത് പറയുന്നു, എന്താ പറയുക, ചലനം, മോഷൻ എന്ന് പറയുന്നു. ഇപ്പം ഈ കുട്ടി എന്ത് ചെയ്യുന്നു, സൈക്കിളിൽ ഇങ്ങനെ പോകുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യാണ്, സ്ഥാനം ഇങ്ങനെ മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, മോഷൻ അല്ലെങ്കിൽ ചലനാവസ്ഥ നോക്കുക. അപ്പോൾ ജസ്റ്റ് സമയത്തിനനുസരിച്ച് മാറുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ, നമ്മൾ ട്രെയിനിൽ പോകുന്നു വിചാരിക്കാം. ഇപ്പം ഈ ചിത്രത്തിലേക്ക് നോക്കുക, രണ്ട് കുട്ടികൾ ട്രെയിനിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ട്രെയിൻ അങ്ങനെ സ്പീഡിൽ പോവാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ഒരു ചോദ്യം, ഈ കുട്ടികൾ റെസ്റ്റ് ആണോ അല്ലെങ്കിൽ മോഷനാണോ? നിശ്ചലാവസ്ഥയാണോ? ഈ കുട്ടി റെസ്റ്റ് ആണോ അല്ലെങ്കിൽ മോഷനാണോ ചോദിച്ചെങ്കിൽ എന്താ പറയുക? കുറച്ച് കുട്ടികൾ പറയും, സാറേ ഈ രണ്ട് കുട്ടികൾ എപ്പോഴും ഇതേ സീറ്റിൽ തന്നെ ഇരിക്കണത്, സമയം എങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ ഈ സീറ്റിൽ നിന്ന് മാറുന്നില്ലല്ലോ, അതുകൊണ്ട് ഈ കുട്ടി റെസ്റ്റ് അല്ലേ, നിശ്ചലാവസ്ഥയിലല്ലേ? കറക്റ്റാണ്. ചില കുട്ടികൾ വിചാരിക്കും പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രെയിൻ അങ്ങനെ പോകുന്നുണ്ട്, പുറത്തുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പുറത്തുള്ള ആ തറയിലുള്ള മരങ്ങളും അല്ലെങ്കിൽ റോഡൊക്കെ ഇങ്ങനെ ഓടുന്നത് പോലെ ഇങ്ങനെ തോന്നും. അപ്പോൾ ഈ കുട്ടികൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. പുറത്തേക്ക് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രെയിൻ കയറുന്നത് ഇപ്പോൾ കോഴിക്കോട് നിന്നാണെങ്കിൽ എറണാകുളത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് പോകുന്നു, കുറച്ച് സമയം കഴിഞ്ഞ് ഓരോ ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെ എത്തുന്നു. അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. റെഫറൻസ് ഒബ്ജക്റ്റ്, അവലംബക വസ്തു കാണണമെങ്കിൽ രണ്ടെണ്ണമാണ്. ഒന്ന് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുക, മറ്റൊന്ന് എന്ത് ചെയ്യുക, പുറത്തേക്ക് നോക്കുക. അപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് ഏതൊരു എക്സാമ്പിൾ, ഏതൊരു ഉദാഹരണം തന്നാലും അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ഒബ്ജക്റ്റ് കാണാൻ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുക. ഇതാണ് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ആകാശത്തേക്കൊക്കെ ആവാം,
ഓക്കെ. അപ്പൊ ഈ ചിത്രത്തില് ഈ കുട്ടി നിശ്ചലാവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിന്റെ ഉള്ളിലേക്കല്ലേ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മള് ട്രെയിൻ അല്ലെ ഉള്ളിലേക്കാണ്, ട്രെയിനാണ് എടുക്കുന്നത്, ട്രെയിനിന്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് എന്താണ്, അതാണ് അവിടുത്തെ റെഫറൻസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഈ കുട്ടികൾ എപ്പോഴും ഇതേ സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ട്രെയിനിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവരെപ്പോഴും അതേ സീറ്റിൽ തന്നെ ഇരിക്കും. അപ്പൊ അവര് റെസ്റ്റ് ആണ്, നിശ്ചലാവസ്ഥയിലാണ്. അപ്പൊ അവിടുത്തെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ ഉൾഭാഗമാണ് എടുക്കേണ്ടത്. ഇനി ആ കുട്ടികൾ ചലിക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ പുറത്തേക്ക് നോക്കണം. പുറത്തേക്ക് നോക്കുമ്പോൾ എന്തേ മോഷനാണ്. അപ്പൊ മോഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് നോക്കണം, ഔട്ട് സൈഡ്, പുറത്തേക്ക് നോക്കും. അപ്പൊ പുറത്തുള്ള വസ്തുക്കളാണ് അവിടുത്തെ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുക. ഇപ്പൊ ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ. ഞാൻ ഇനിയും കൂടുതൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ, ഒരു ഫാമിലി ഇങ്ങനെ കാറിൽ പോവാണ്. ഈ ഡ്രൈവർ അല്ലെങ്കിൽ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾ എപ്പോഴും അവിടെ തന്നെയാണ്. ഈ ലേഡി എപ്പോഴും അവിടെ തന്നെയാണ്. ഈ കുട്ടികൾ എപ്പോഴും അവിടെ തന്നെയാണ്. കാർ സ്പീഡിൽ പോവാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇവർ റെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? നിശ്ചലമാണെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കുക, കാറിന്റെ ഉള്ളിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ കാറാണ് ഇവിടുത്തെ റെഫറൻസ് ബോഡി, റെഫറൻസ് ഒബ്ജക്റ്റ്, അവലംബക വസ്തു ഇവിടെ കാറാണ്. ഒരു വസ്തു നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനുള്ളിലേക്കാണ് നോക്കേണ്ടത്. ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഈ സ്റ്റുഡിയോന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞാൻ റെസ്റ്റ് ആണ്, സ്റ്റുഡിയോന്റെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. നേരത്തെ ഞാൻ ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് നോക്കും, പുറത്തേക്ക് നോക്കും. അപ്പൊ ചന്ദ്രന്റെ അല്ലെങ്കിൽ സൂര്യൻ ആദ്യം അവിടെ ഒന്ന്, പിന്നെ ഇങ്ങനെ ക്രമേണ ഇങ്ങനെ മാറി വന്നു, രാവിലെ ഉച്ചക്ക് അങ്ങനെ ടൈം മാറുന്നുണ്ട് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാണ്, ഈ കാറിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഉള്ളിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ ഉൾഭാഗം, ആ കാറാണ് ഇവിടുത്തെ റെഫറൻസ് ഒബ്ജക്റ്റ്, അവലംബക വസ്തു എന്ന് പറയുന്നത്. ഇനി പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാർ അങ്ങനെ പോകുമ്പോൾ അപ്പുറത്തുള്ള വസ്തുക്കളൊക്കെ ഉള്ള പുറത്തുള്ള വസ്തുക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുത്തെ റെഫറൻസ്, അവലംബക വസ്തു എന്ന് പറയുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈസി. അപ്പൊ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സാമ്പിൾ പറയാം. പരീക്ഷയ്ക്ക് നിങ്ങളെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിളുകളാണ് ആവശ്യം. ഇവിടെ ഒരാൾ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ഹോഴ്സ് അല്ലേ, ഒരു ഹോഴ്സ്മാൻ എന്ത് ചെയ്യുന്നു, കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു റൈഡറാണ്. ഇയാൾ എപ്പോഴും ഈ കുതിര എങ്ങോട്ട് പോയാലും ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി വിചാരിക്കുക. പക്ഷെ ഇയാൾ എപ്പോഴും ഇരിക്കുന്നത് ഒരേ സ്ഥാനത്ത് തന്നെയാണ്. അപ്പൊ ഇയാൾ റെസ്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ, ഇയാള് റെസ്റ്റ്, നിശ്ചലം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റെഫറൻസ് ഒബ്ജക്റ്റ്, അവലംബക വസ്തു, റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് ഏതെടുക്കണം, റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്തിനെടുക്കണം, ഹോഴ്സ്, കുതിരയെ എടുക്കണം. കുതിര ഇവിടുത്തെ റെഫറൻസ് അവലംബക വസ്തു ഏതാണ്, കുതിര. നേരെ മറിച്ച് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണ്. ആദ്യം ഇയാൾ ഇവിടെയൊന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി വിചാരിക്കുക. അപ്പോൾ പുറത്തേക്ക് നോക്കിയ ഗ്രൗണ്ട് അല്ലെങ്കിൽ തറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു, ചലിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇയാള് ചലനാവസ്ഥയിലാണ്. ചലനാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇയാൾ എങ്ങോട്ട് നോക്കണം, പുറത്തേക്ക് നോക്കണം. പുറത്തേക്ക് പറഞ്ഞാൽ ഗ്രൗണ്ട്, തറയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മരോ അങ്ങനെ എന്തുവാണെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് കണ്ടെത്താൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്താണ് ടേബിൾ? എ പേഴ്സൺ റൈഡിങ് എ ഹോഴ്സ്. അപ്പോൾ എന്താണ്, ദ റെഫറൻസ് ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടെത്തണം. ആദ്യം നിങ്ങൾ കുതിരയാണ് റെഫറൻസ് ഒബ്ജക്റ്റ് എടുക്കുന്നതെങ്കിൽ അയാൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, അതേ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. ഇനി അടുത്ത എന്താണ്, ദ ഗ്രൗണ്ട്, പുറംഭാഗം, തറ അല്ലെങ്കിൽ തറയെ അപേക്ഷിച്ച് ആദ്യം ഇവിടെ ഇരുന്നു, പിന്നെ ക്രമേണ അവിടെ എത്തിച്ചേർന്നു. അപ്പൊ തറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഓഫ് മോഷൻ, ചലിക്കുന്നുണ്ട്, റെസ്റ്റ് അല്ല. അപ്പൊ ഒന്നുകൂടി നോക്ക്, എന്താണ്, കുതിര സവാരി ചെയ്യുന്ന ആള് കുതിരയെ അപേക്ഷിച്ച് എപ്പോഴും എന്താണ്, നിശ്ചലമാണ്. കുതിരയെ അപേക്ഷിച്ച് എപ്പോഴും എന്താണ്, കുതിരന്റെ ഒരേ സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നിശ്ചലമാണ്. തറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും, അയാള് ചലനാവസ്ഥയിലാണ്, നിശ്ചലാവസ്ഥ അല്ല. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ്. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഒന്നുകൂടി നമുക്ക് ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഈ ടേബിളിന്റെ മുകൾ ഭാഗത്ത് ഒരു ബുക്ക് വെച്ചതാണ്. അപ്പൊ ഈ ബുക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതാണ് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്, ഈ ടേബിളിലാണ് എടുക്കേണ്ടത്. എപ്പോഴും ടേബിളിന്റെ മുകൾ ഭാഗത്താണ്. ഇനി ഈ ടേബിൾ അല്ലെങ്കിൽ ഈ ബുക്ക് മോഷനിലാണ്, ചലനാവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമി മൊത്തത്തിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പൊ ഈ ടേബിൾ എന്ത് ചെയ്തു, കറങ്ങും. അപ്പൊ നമുക്ക് ഇവിടെ ടേബിൾ കൊടുത്ത് എന്താണ് കണ്ടേ, എ ബുക്ക് ഓൺ ദ ടേബിൾ. ടേബിൾ ആണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും ടേബിളിന്റെ മുകൾ ഭാഗത്ത് തന്നെ അല്ലേ. അപ്പൊ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, മോഷൻ അല്ല. ഇനി സൺ, സൂര്യനെ കുറിച്ച് എടുക്കുന്നതെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ്. ഇങ്ങനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പൊ ഒന്നുകൂടി നോക്ക്, എന്താണ്, മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം മേശയെ അപേക്ഷിച്ചത് നിശ്ചലാവസ്ഥയിലാണ്, ചലനാവസ്ഥ അല്ല. ഇനി അടുത്തത് സൂര്യനെ അപേക്ഷിച്ചത് ചലനാവസ്ഥയാണ്, നിശ്ചലാവസ്ഥയിലല്ല. കാരണം ഭൂമിക്ക് ചുറ്റും സൂര്യന് ചുറ്റും ഭൂമി എന്ത് ചെയ്തു, ഇങ്ങനെ കറങ്ങുന്നു. അപ്പൊ ആ ടേബിളൊക്കെ കറങ്ങണില്ലേ, ബുക്കൊക്കെ ചലിക്കണില്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഞാൻ തരാം.
ഈ ചിത്രത്തില് ലോറിയിൽ എന്ത് ചെയ്യുന്നു, കുറേ ലോഡ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ലോറിയിൽ എന്ത് ചെയ്യുന്നു, കുറേ ലോഡുകൾ കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെങ്ങനെ മൂവ് ചെയ്യാണ്. ഇതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ലോറി ഇങ്ങനെ മൂവ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, മരങ്ങളൊക്കെ മൂവ് ചെയ്യും. ഇനി പുറത്തെ സൈഡിലുള്ള മരങ്ങളും തറയൊക്കെ വെച്ച് നോക്കിയാൽ ഇതിൽ ഏതാണ് റെഫറൻസ് ഒബ്ജക്റ്റ്, ഏതാണ് അവലംബക വസ്തു എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നോക്കിക്കോളൂ, ടെക്സ്റ്റ് ബുക്ക് ലോഗ് ഓഫ് വുഡ് ഇൻ എ മൂവിങ് ലോറി. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ മരങ്ങളാണ്, മരത്തടികൾ. ലോറിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോറിയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഈ മരങ്ങൾ എപ്പോഴും അതേ പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോറി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, മോഷൻ അല്ല. ഇനി ദ ട്രീ ഓൺ ഐദർ സൈഡ്, രണ്ട് വശത്തുള്ള മരങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെ ചലിക്കണില്ലേ, അപ്പൊ അതേതാണ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ല. ഒന്നുകൂടി ഓർത്തേക്ക്, എന്താണ്, ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ മരത്തടി ലോറി അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയാണ്. പക്ഷെ ഇരുഭാഗത്തുള്ള മരങ്ങളെ അപേക്ഷിച്ച് അത് ഏതാണ്, ചലനാവസ്ഥയിലാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ, അതായത് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പുറത്തത്തെ വസ്തുക്കളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ആ ഒരു ഐഡിയ മാത്രം ഓർത്തേക്ക്. നമ്മൾ ബസ്സിലിരിക്കുന്നു, ഞാൻ ഇപ്പോൾ ബസ്സിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബസ്സിന് നോക്കിയാൽ ഞാൻ നിശ്ചലാവസ്ഥയാണ്, പക്ഷെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബസ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയാണോ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ, സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ എന്നുള്ള കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ഉള്ളിലേക്ക് നോക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ പോയിന്റ് എന്തായാലും പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കുറേ തവണ അങ്ങനെ കേട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അത് പഠിക്കും. അപ്പോൾ റെഫറൻസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് ഓർത്തേക്ക്, ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മാത്രം ഓർത്തേക്കുക, മറ്റൊരു വസ്തുവിനെ ബേസ് ചെയ്തിട്ടേ നമ്മൾ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.